ഹായ് കൂട്ടുകാരെ, 2023-24 നടന്ന സെക്കൻഡ് ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമില് നമ്മുടെ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് അല്ലെ, കോർഡിനേറ്റ്സും പറയാം, ജിയോമെട്രി ആൻഡ് അൽജിബ്രയും പറയാം. ഓക്കെ, എന്തായാലും ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യുലെറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, ജിയോമെട്രി ആൻഡ് അൽജിബ്ര പറയാം. ഇവിടെ ഡിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ പറയുകയാണ്. ഓക്കെ, അപ്പോ നോക്കുക, 21ാമത്തെ ചോദ്യമാണ്. ചോദ്യം നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇടുന്നുണ്ട്. വാട്സപ്പ് ചാനലിൽ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് ചില സർപ്രൈസുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ഉടനെ പോയി ചാനലിൽ നോക്കുക, ചോദ്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതിനകത്ത് നമ്മൾ സർപ്രൈസ് സാധനങ്ങൾ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോ 21ാമത്തെ ചോദ്യം, സെക്കൻഡ് ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമിലെ 21ാമത്തെ ചോദ്യമാണ്. ചോദ്യം എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം. അത് എത്ര മാർക്കിനാണ്? 4 മാർക്ക് കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ഒരു സർക്കിളിന് ഒരു ഡയമീറ്ററിന്റെ രണ്ട് എൻഡിലെയും കോർഡിനേറ്റ്സുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം ചോദിച്ചത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സുകൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇങ്ങനെ ഒരു ലൈനിന്റെ സെന്റർ കണ്ടുപിടിക്കാനായിട്ട് എക്സ് വാല്യൂസ് തമ്മിൽ കൂട്ടുക, അതായത് 2ഉം 10ഉം കൂടെ കൂട്ടി അതിന്റെ പകുതി എടുക്കുക. y വാല്യൂസ് കൂട്ടുക, 8ഉം 14ഉം കൂടെ കൂട്ടി അതിന്റെ പകുതി എടുക്കുക. ശരിയല്ലേ? 12ന്റെ പകുതി 6 എന്ന് കിട്ടും, 22ന്റെ പകുതി 11 എന്ന് കിട്ടും. ക്ലിയർ ആണോ? 10ന്റെ ഡബിൾ കൂട്ടി 12, 12ന്റെ പകുതി 6, 8ഉം 14ഉം കൂടെ കൂട്ടുമ്പോൾ 22 കിട്ടി, 22ന്റെ പകുതി 11. സോ ഒന്നാമത്തെ ചോദ്യം കിട്ടി, 6,11 അല്ലെ. ഇവിടെ 6,11 എന്ന് എഴുതാൻ പറ്റും. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ? ഫൈൻഡ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ഈ ചോദ്യം, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ. അപ്പം 6ഉം 10ഉം കൂടെ മൈനസ് ചെയ്യണം, അതായത് 4 കിട്ടും. 4ന്റെ സ്ക്വയർ, പ്ലസ് ഓർ മൈനസ് ഞാൻ നോക്കുന്നില്ല കേട്ടോ, കാരണം സ്ക്വയർ ആയതുകൊണ്ട് എങ്ങനെ ചെയ്താലും ഉത്തരം പ്ലസിലേ കിട്ടത്തുള്ളൂ. അപ്പൊ 6ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 10 കിട്ടി. 4ന്റെ സ്ക്വയർ ആണ് ഞാൻ ഇവിടെ എഴുതി. ഇനി അടുത്ത 11ന്റെ കൂടെ 3 കൂട്ടുമ്പോഴേ 14 കിട്ടുന്നത്. അപ്പൊ 3ന്റെ സ്ക്വയർ എഴുതി. ഇവിടെ 11ന്റെ കൂടെ 3 കൂട്ടി 4 14 കിട്ടും. സോ 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9, മൊത്തം 25 വരും. 25ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 5 വരും. സോ ഇവിടെ 5 യൂണിറ്റ് അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ എന്ന് നമുക്ക് പറയാം. സെന്റിമീറ്ററിലാണ് തന്നേക്കുന്നെങ്കിൽ 5 യൂണിറ്റ്. ഓക്കെ, അപ്പൊ റേഡിയസ് കണ്ടുപിടിച്ചു. അടുത്തത് സി ചോദ്യം, 9,15 ഈ സർക്കിളില് ഏതെങ്കിലും പോയിന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സാധ്യതയുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഈ സെന്ററും ഇതും തമ്മിൽ ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് റേഡിയസ് തന്നെ ആയിരിക്കണം അല്ലേ? ഇങ്ങോട്ട് വരച്ചാലും എന്ത് തന്നെ, റേഡിയസ് തുല്യമല്ലേ? അപ്പോ ഈ റേഡിയസിന്റെ അതേ ലെങ്ത് തന്നെ കിട്ടണം. ആര് തമ്മില്? ഈ സെന്ററും ഈ പോയിന്റും തമ്മിൽ നോക്കുവാണെങ്കിൽ. അപ്പൊ ഒന്ന് നോക്കാം നമുക്ക്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഈ രണ്ട് പോയിന്റുകളാണ് എന്ന് നോക്കുന്നത്. നമ്മുടെ സെന്ററും 9,15. അപ്പൊ എക്സ് വാല്യൂസ് 6ഉം 9ഉം ആണ്. 6ന്റെയും 3ന്റെയും കൂടെ ഡിഫറൻസ് 3 ആണ്. അപ്പൊ 3ന്റെ സ്ക്വയർ പ്ലസ് 11ന്റെ കൂടെ എത്ര കൂട്ടുന്നു? 4 കൂട്ടിയാലാണ് 15 കിട്ടുന്നത്. സോ 4ന്റെ സ്ക്വയർ. സംഭവം ശരിയല്ലേ? ഇത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് തന്നെ കിട്ടും? 5 യൂണിറ്റ് തന്നെ കിട്ടും. ഇനി ചെയ്യാൻ നിൽക്കണ്ട. ഡിസ്റ്റൻസ് എത്ര കിട്ടി? 5 യൂണിറ്റ് തന്നെ കിട്ടുന്നുണ്ട്. ക്ലിയർ അല്ലേ? കാണാൻ പറ്റുമോ എന്തോ? ഡിസ്റ്റൻസ് 5 യൂണിറ്റ് തന്നെ കിട്ടുന്നുണ്ട്. മേലോട്ട് എഴുതാവേ, കാണാൻ പറ്റുമെന്ന് അറിഞ്ഞോളാം. ഓക്കെ, സി ചോദ്യം 9,15 എന്നായിരുന്നു. ശരിയല്ലേ? ഇത് സർക്കിളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ആകണമെങ്കിൽ ഈ സെന്ററും ഈ പോയിന്റ് തമ്മിൽ ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് റേഡിയസിന്റെ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം. അങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. റൂട്ട് ഓഫ് എക്സ് വാല്യൂസ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടും, 3യുടെ സ്ക്വയർ, പ്ലസ് വൈ വാല്യൂസ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 4 കിട്ടും, 4 സ്ക്വയർ. സോ ഇത് തന്നെയായിരുന്നു ഇവിടെ കിടന്നിരുന്നത് അല്ലേ?
അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എത്ര തന്നെയാണ്? 5 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് 9,15 ഈസ് ഓൺ ദി സർക്കിൾ. ഈസ് എ പോയിന്റ്, therefore ഇട്ട് പറഞ്ഞാൽ മതി കേട്ടോ. പോയിന്റ് ഓൺ ദി സർക്കിൾ. റീസൺ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ അല്ലെ, സെന്റർ ആൻഡ് 9,15 ഈസ് ഈക്വൽ ടു റേഡിയസ്. എന്ന് പറഞ്ഞാൽ മതി.